ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് റിലേറ്റീവ് സാറ്റ്സ് ഇൻ നോമിനേറ്റീവ് കേസ്. റിലേറ്റീവ് സാറ്റ്സ് പൊതുവെ ഉപയോഗിക്കുന്നത് മോർ അട്രാക്റ്റീവായ കോംപ്ലക്സ് സെൻറ്റൻസ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇതിനായി ഉപയോഗിക്കുന്നത് റിലേറ്റീവ് പ്രോണോമൻ. റിലേറ്റീവ് പ്രോണോമൻ ഉപയോഗിച്ച് രണ്ട് സിമ്പിൾ സെൻറ്റൻസുകൾ കണക്ട് ചെയ്യുന്നു. നോമിനേറ്റീവ് കേസിൽ റിലേറ്റീവ് പ്രോണോമനായിട്ട് ഉപയോഗിക്കുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ തന്നെയാണ്. അപ്പോൾ നോമിനേറ്റീവ് കേസിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഡർ, മസ്കുലിൻ്റെ കേസിൽ, ഫെമിനിൻ്റെ കേസിൽ ഡി, നോയിറ്ററിൻ്റെ കേസിൽ ദസ് ആൻഡ് പ്ലൂറലിൻ്റെ കേസിൽ ഡി. Now I explain this topic with the help of suitable examples. The sentence, thus is die Frau, this is the woman. അടുത്ത ഒരു സെൻറ്റൻസ്, sie heißt Anna, she is called Anna. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസുകൾ നമ്മൾ കണക്ട് ചെയ്ത് ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് നമ്മൾ ഹൗപ്പ് സാറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ സെൻറ്റൻസ് നേബൻ സാറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ നേബൻ സാറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ദ വെർബ് അത് ലാസ്റ്റിലേക്ക് പോകുന്നു. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൻ്റെ അകത്ത് ഫ്രൗ എന്ന് പറയുന്ന അതാണ് മെയിൻ നൗൺ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഫ്രൗ എന്ന് പറയുന്നത് ഫെമിനിൻ ആയതുകൊണ്ട് ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ഡി ആണ്. അപ്പോൾ ഈ ഫ്രൗവിന് വേണ്ടിയാണ് സി അടുത്ത സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ റിലേറ്റീവ് പ്രോണൗൺ ഡി ഉപയോഗിക്കുമ്പോൾ അത് സിയെ റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ സെൻറ്റൻസ് ഇങ്ങനെയാവുന്നു, ദസ് ഇസ്റ്റ് ഡി ഫ്രൗ ഡി അന്ന ഹൈസ്റ്റ്. അപ്പം നമ്മൾ രണ്ടാമത്തെ സെൻറ്റൻസ് ഡി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, അത് സിക്ക് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഹൈസ്റ്റ് എന്ന് പറയുന്ന വെർബ് ലാസ്റ്റിലേക്ക് പോകുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നോമിനേറ്റീവ് കേസ് എന്ന് പറയുന്നത്? ബിക്കോസ് ആ രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റായ സി ആണ് നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് ഡി ഉപയോഗിച്ച്, അല്ലെങ്കിൽ റിലേറ്റീവ് പ്രോണോമനായ ഡി ഉപയോഗിച്ച് നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഫ്രൗ വുമൺ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഫെമിനിൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഡി ഉപയോഗിച്ചത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ, ഇഷ് ഹാവ് എ ഐൻ ഹാൻഡി, ഐ ഹാവ് എ മൊബൈൽ ഫോൺ. ഇനി അടുത്തൊരു സെൻറ്റൻസ്, യെസ് ഇസ് സെയ ന്യൂട്ട്സ്ലീഷ്, ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൻ്റെ അകത്ത് ഐൻ ഹാൻഡി അതിന് പകരമായിട്ടാണ് നമ്മൾ അടുത്ത സെൻറ്റൻസിൽ എസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഹാൻഡിക്ക് വേണ്ടിയുള്ള ഒരു അഡീഷണൽ ഇൻഫർമേഷനാണ് അടുത്ത സെൻറ്റൻസിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഹാൻഡി എന്ന് പറയുന്നത് നോയിറ്റർ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ റിലേറ്റീവ് പ്രോണോമനായിട്ട് ഉപയോഗിക്കുന്നത് ദസ് ആണ്. അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസ് ഒന്ന് കാണാം. ഇഷ് ഹാവ് എ ഐൻ ഹാൻഡി ദസ് സെയ ന്യൂട്ട്ലിഷ്, ഐ ഹാവ് എ മൊബൈൽ ഫോൺ ദാറ്റ് ഈസ് വെരി യൂസ്ഫുൾ. ഇനി അടുത്തൊരു എക്സാമ്പിൾ, ദസ് ഇസ് ഡേ മൻ, ദിസ് ഈസ് ദ മാൻ. അടുത്ത സെൻറ്റൻസ്, എയർ ലെഫ്റ്റ് ഇൻ ബെർലിൻ, ഹീ ലിവ്സ് ഇൻ ബെർലിൻ. അപ്പം ഡെർ മന് പകരമായിട്ടാണ് അവിടെ എയർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതിന് പകരമായി നമ്മളപ്പോൾ ഇവിടെ റിലേറ്റീവ് പ്രോണോമൻ ഉപയോഗിക്കുന്നത് ഡർ. അതിന് കാരണം ഡർ മൻ എന്ന് പറയുന്നത് മസ്കുലിനാണ്. അപ്പം നമ്മൾ അതിൻ്റെ കമ്പൈൻഡ് സെൻറ്റൻസ്, ദസ് ഇസ്റ്റ് ഡേ മൻ ഡേ ഇൻ ബെർലിൻ ലെഫ്റ്റ്. അപ്പോൾ വെർബ് ലെഫ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റിലേക്ക് പോയി. ബിക്കോസ് നമ്മൾ റിലേറ്റീവ് സാറ്റ്സ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നേബൻ സാറ്റ്സ് ആയിട്ടാണ്, അതുകൊണ്ടാണ് വെർബ് ലാസ്റ്റിലേക്ക് പോയത്. നൗ അനദർ സെൻറ്റൻസ്, മാത്യു ഹാഡ് ഫീൽ എ ഫ്രോയിൻ ഡേ, മാത്യു ഹാസ് മെനി ഫ്രണ്ട്സ്. അപ്പോൾ ഫീൽ എ ഫ്രോയിൻ ഡേ എന്ന് പറയുന്നത് ഇവിടെ പ്ലൂറലാണ്, മെനി ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത ഒരു സെൻറ്റൻസ്, സി ബസുഹൻ ഇൻ ഗേണെ, ദേ ലൈക്ക് ടു വിസിറ്റ് ഹിം. അപ്പം ഫീലെ ഫ്രോയിൻ്റെക്ക് പകരമായിട്ടാണ് സി അല്ലെങ്കിൽ ദേ ഉപയോഗിച്ചിരിക്കുന്നത്. അത് സബ്ജക്റ്റായിട്ട് ഉപയോഗിച്ചത് കൊണ്ടാണ് ഇത് നോമിനേറ്റീവ് കേസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ കമ്പൈൻഡ് സെൻറ്റൻസ്, മാത്യു ഹാഡ് ഫീലെ ഫ്രോയിൻ്റെ ഡി ഇൻ ഗേണെ ബസുഹൻ. ബസുഹൻ എന്ന് പറയുന്ന വെർബ് ലാസ്റ്റിലേക്ക് പോയി. ഡി ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ പ്ലൂറൽ ആയതുകൊണ്ടാണ്. മാത്യു ഹാസ് മെനി ഫ്രണ്ട്സ് ഹൂ ലൈക്ക് ടു വിസിറ്റ് ഹിം. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
Thank you so much for watching this video.